നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ പെട്രോൾ വില കുറഞ്ഞത് രാജ്യത്തെ പണപ്പെരുപ്പ നിരക്ക് കുറയ്ക്കാൻ കാരണമായി. BBC റിപ്പോർട്ട് പ്രകാരം ഇന്ധനവിലയിലെ ഇടിവ് ഉപഭോക്തൃ വില സൂചിക പണപ്പെരുപ്പത്തെ സാരമായി ബാധിച്ചു. പെട്രോൾ, ഡീസൽ തുടങ്ങി ഇന്ധനങ്ങളുടെ വില കുറഞ്ഞത് ഗതാഗത ചെലവുകൾ കുറയ്ക്കുകയും മൊത്തത്തിലുള്ള ജീവിത ചെലവ് ലഘൂകരിക്കുകയും ചെയ്തു. UK-യിൽ ഊർജ്ജ വിലകളിലെ ഏറ്റക്കുറച്ചിലുകൾ പണപ്പെരുപ്പ നിരക്കിനെ നേരിട്ട് സ്വാധീനിക്കാറുണ്ട്. കാരണം ഇന്ധനം, ട്രാൻസ്പോർട്ട്, ഉൽപ്പാദനം, ചരക്ക് വിതരണം എന്നിവയിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഫെബ്രുവരിയിൽ 2.8% പണപ്പെരുപ്പം 2.6% കുറഞ്ഞു. ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ പെട്രോൾ വില ലിറ്ററിന് ശരാശരി 1.6 പെൻസ് കുറഞ്ഞ് 137.5 പെൻസായി. ടോയ്സ്, ഗെയിമുകൾ, ഹോബികൾ എന്നിവയുടെ വിലയിൽ കുത്തനെ ഇടിവുണ്ടായതും വിനോദ സാംസ്കാരിക മേഖലകളിലെ ഇടിവിന് കാരണമായി. പണപ്പെരുപ്പം കുറയുമ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നിലവിലെ 4.5% പലിശ നിരക്ക് കുറയ്ക്കാൻ സമ്മർദ്ദം നേരിടാൻ സാധ്യതയുണ്ട്. അബേദി ആക്രമണത്തിന് ശേഷം ജയിൽ സുരക്ഷ മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ജീവനക്കാർ കൊല്ലപ്പെടുമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഹഷീം അബേദിയുടെ ആക്രമണത്തിന് ശേഷം ജയിൽ ജീവനക്കാർക്ക് സുരക്ഷ മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടാമെന്ന് ഒരു ഓഫീസർ മുന്നറിയിപ്പ് നൽകി. ഏപ്രിൽ 12-ന് HMP ഫ്രാങ്ക്ലാൻഡ് ജയിലിലെ സെപ്പറേഷൻ സെന്ററിൽ 2017-ൽ നടന്ന മാഞ്ചസ്റ്റർ അരീന ബോംബ് ആക്രമണത്തിന്റെ ഉത്തരവാദിയായ അബേദി 3 ജയിൽ ഉദ്യോഗസ്ഥരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. ചൂടുള്ള എണ്ണയൊഴിച്ചും ബേക്കിംഗ് ട്രേകൾ കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് കുത്തിയുമാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ 3 ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ ഒരാൾ ആശുപത്രി വിട്ടെങ്കിലും 2 പേർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. ഈ സംഭവം ജയിലിലെ സുരക്ഷാ വീഴ്ചയെ ചൂണ്ടിക്കാട്ടുന്നു. പ്രിസൺ ഓഫീസേഴ്സ് അസോസിയേഷൻ അബേദിക്ക് അടുക്കള സൗകര്യങ്ങൾ ലഭ്യമാക്കിയതിനെ വിമർശിച്ചു. സ്റ്റാബ് പ്രൂഫ് വസ്ത്രങ്ങളും ടേസറുകളും ജീവനക്കാർക്ക് നൽകണമെന്ന് പ്രിസൺ ഓഫീസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സെപ്പറേഷൻ സെന്ററുകളിൽ അടുക്കള സൗകര്യങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട്. കൂടാതെ സ്വതന്ത്ര അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അബേദിക്ക് 2020-ൽ 22 കൊലപാതകങ്ങൾക്ക് 55 വർഷത്തെ ജയിൽ ശിക്ഷ ലഭിച്ചിരുന്നു. മുമ്പ് 2020-ൽ ബെൽമാർഷ് ജയിലിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് ജയിൽ സുരക്ഷാ വ്യവസ്ഥയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ വേണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നു. ഇനി ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ. സ്ത്രീ എന്നതിൻ്റെ നിയമപരമായ നിർവചനത്തിന് ബയോളജിക്കൽ സെക്സ് അടിസ്ഥാനമാക്കിയുള്ള നിർവചനമാണ് ശരിയെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതോടെ ബ്രിട്ടനിലെ നിരവധി സംഘടനകളുടെയും സർക്കാർ നയങ്ങളുടെയും ആശയങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്നാണ് ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 20 വർഷം മുൻപ് നടന്ന ഒരു ഭീകരാക്രമണത്തിൽ നിരപരാധിയായ തന്റെ മകനെ വെടിവെച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് താൻ ക്ഷമിച്ചതായി ജീൻ ചാൾസ് ഡി മെനസസിന്റെ അമ്മ പറഞ്ഞതായി ഡെയിലി മിറർ റിപ്പോർട്ട് ചെയ്യുന്നു. 40,000 വർഷങ്ങൾക്ക് മുൻപ് ചില യുഗത്തിലെ ആളുകൾ ദോഷകരമായ സൂര്യരശ്മികളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ ഒരു രഹസ്യ ലോഷൻ ഉപയോഗിച്ചിരുന്നുവെന്ന് ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നു. സ്ത്രീ എന്നതിൻ്റെ നിയമപരമായ നിർവചനം സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ തീരുമാനത്തെക്കുറിച്ചുള്ള കവറേജുമായി ഡെയിലി എക്സ്പ്രസ് 1-ാം പേജിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതിനൊപ്പം അതിൻ്റെ പ്രധാന തലക്കെട്ട് വിക്ടറി എന്നതാണ്. UK-യിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ചൈനീസ് ഭാഗങ്ങൾ ഘടിപ്പിച്ച ഇലക്ട്രിക് കാറുകൾ നിരോധിക്കുന്നത് പ്രതിരോധ മന്ത്രാലയം സംബന്ധിച്ച് ഐ-പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു. രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിച്ച് ബീജിംഗിലേക്ക് തിരിച്ചയക്കാൻ ഇവ ഉപയോഗിക്കാം എന്ന ആശങ്കകൾക്കിടയിലാണിത്. ട്രാൻസ്ജെൻഡർ സ്ത്രീകൾ നിയമപരമായി സ്ത്രീകളല്ലെന്ന് സുപ്രീംകോടതി വിധിയെ തുടർന്ന് സിംഗിൾ സെക്സ് ഇടങ്ങൾ സംരക്ഷിക്കുന്നതിന് ലേബർ സർക്കാർ തീവ്രമായ സമ്മർദ്ദം നേരിടുന്നുണ്ടെന്ന് ഡെയിലി മെയിൽ പറയുന്നു. സുപ്രീം കോടതിയുടെ ഈ വിധിയെ ദി ഗാർഡിയൻ ശക്തമായി വിമർശിക്കുന്നു. ഡെയിലി ടെലിഗ്രാഫും മെട്രോയും എല്ലാം അതിൻ്റെ 1-ാം പേജിൽ ഈ വാർത്തകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാമായിരുന്നു ഇന്നത്തെ പ്രധാന പത്രങ്ങളുടെ 1-ാം പേജിലെ വാർത്തകൾ. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. 2026 സാമ്പത്തിക വർഷം വരെ റിക്രൂട്ട്മെന്റ് മേഖലയിൽ വെല്ലുവിളികൾ തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകി ഹെയ്സ്. UK-യിലെ പ്രമുഖ റിക്രൂട്ട്മെന്റ് ഏജൻസിയായ ഹെയ്സ് 2026 സാമ്പത്തിക വർഷം വരെ റിക്രൂട്ട്മെന്റ് മേഖലയിൽ വെല്ലുവിളികൾ തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകി. യൂറോപ്പിലെ സാമ്പത്തിക പ്രതിസന്ധിയും ആഗോള വ്യാപാര യുദ്ധവും ജോലി വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഇതിനു കാരണം. ജർമ്മനിയിലെ സർക്കാർ മാറ്റവും UK-യിലെ തുടർച്ചയായ പണപ്പെരുപ്പവും ബിസിനസ്സുകളുടെ നിയമനം കുറയ്ക്കാനും ജോലി മാറ്റത്തിനുള്ള വ്യക്തികളുടെ താൽപ്പര്യം കുറയ്ക്കാനും പ്രേരിപ്പിച്ചു.
മാർച്ച് 31 അവസാനിച്ച 3 മാസത്തെ കണക്കനുസരിച്ച് ഹെയ്സിന്റെ സേവനങ്ങളുടെ നെറ്റ് ഫീസിൽ 9% ഇടിവ് രേഖപ്പെടുത്തി. ഇത് വിപണി പ്രതീക്ഷകൾക്ക് അനുസൃതമാണ്. 2025 തുടക്കം മുതൽ കമ്പനിയുടെ ഓഹരികൾ 13% ഇടിഞ്ഞെങ്കിലും ഓപ്പണിംഗ് ദിനത്തിൽ സ്ഥിരത നിലനിന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വ്യാപാര പങ്കാളികൾക്കെതിരായ ഉയർന്ന തീരുവകൾ 90 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും തൊഴിൽ വിപണിയിൽ അനിശ്ചിതത്വം വർദ്ധിച്ചു. ഹെയ്സ് പ്രധാനമായും വൈറ്റ് കോളർ ജോലികൾക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന കമ്പനിയാണ്. ഹെയ്സിന്റെ പ്രധാന മേഖലകളായ അക്കൗണ്ടൻസി, ടെക്നോളജി മേഖലകളിൽ ജോലി നിയമനം കുറഞ്ഞത് സാമ്പത്തിക അനിശ്ചിതത്വവും വ്യാപാര തടസ്സങ്ങളും കാരണം തുടരുന്നു. മലയാളിയായ ആൾ ദൈവത്തിന് ബ്രിട്ടനിൽ 7 വർഷം തടവ് ശിക്ഷ. പാലക്കാട്ടുകാരനായ മുരളീകൃഷ്ണൻ പുളിക്കൽ എന്നയാൾക്കാണ് ബലാത്സംഗ കേസിൽ ശിക്ഷ അനുഭവിക്കേണ്ടത്. പാലക്കാട് സ്വദേശി മുരളീകൃഷ്ണൻ നോർത്ത് ലണ്ടനിൽ നടത്തിയിരുന്ന ക്ഷേത്രത്തിലെത്തിയിരുന്നത് ആയിരക്കണക്കിന് വിശ്വാസികളായിരുന്നു. ഇത്തരത്തിലുള്ള അവസരം വിനിയോഗിച്ച് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതിനാണ് കോടതി കുറ്റക്കാരനായി കണ്ടെത്തി ആൾ ദൈവത്തെ ഇപ്പോൾ 7 വർഷം തടവിന് ശിക്ഷിച്ചത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശിയാണ് ഇയാൾ. ഹിന്ദു ദൈവത്തിന്റെ അവതാരം എന്ന് അവകാശപ്പെട്ട് ലോകത്താകമാനം ഇയാൾക്ക് നൂറുകണക്കിന് വിശ്വാസികളുണ്ട്. നോർത്ത് ലണ്ടൻ ബാർനറ്റിലെ ക്ഷേത്രത്തിൽ പതിവായി പ്രാർത്ഥനാ സെഷനുകൾ നടത്തിയിരുന്നു. UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയ തോതിൽ വിശ്വാസികൾ എത്തിയിരുന്നു. വുഡ് ഗ്രീൻ ക്രൗൺ കോടതിയാണ് മുരളീകൃഷ്ണൻ പുളിക്കലിനെ 7 വർഷത്തെ തടവിന് വിധിച്ചത്. ഇപ്പോൾ ചാരിറ്റി കമ്മീഷൻ പുളിക്കൽ ട്രസ്റ്റ് ആയിട്ടുള്ള ഓം ശരവണ ഭവ സേവ ട്രസ്റ്റിനെതിരെ നിബന്ധനകൾ പാലിക്കാത്തതിന് കേസെടുത്തിട്ടുണ്ട്. 2023 മെയ്യിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ 2.14 മില്യൺ പൗണ്ട് വരുമാനമാണ് ഈ ചാരിറ്റി നേടിയത്. പുതിയ ശമ്പള വാഗ്ദാനം നിരസിച്ച് ബിൻ തൊഴിലാളികൾ. സിറ്റി കൗൺസിലിന്റെ പുതിയ ശമ്പള വാഗ്ദാനം നിരസിച്ചതിനെ തുടർന്ന് സമരം തുടരാൻ ബർമിംഗ്ഹാമിലെ ബിൻ തൊഴിലാളികൾ. 1 മാസമായി തുടരുന്ന പണിമുടക്കിൽ റോഡിന് ഇരുവശവും മാലിന്യം കുമിഞ്ഞുകൂടിയ അവസ്ഥയാണ്. സർക്കാരിന്റെ പുതിയ വാഗ്ദാനത്തിൽ തൃപ്തിയില്ലെന്നും 200 ഡ്രൈവർമാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യത പരിഹരിക്കപ്പെടുന്നില്ലെന്നും യുണൈറ്റ് യൂണിയൻ പറഞ്ഞു. എന്നാൽ പുതിയ വാഗ്ദാനം ന്യായമാണെന്ന് ലേബർ പാർട്ടി നേതൃത്വത്തിലുള്ള കൗൺസിൽ അവകാശപ്പെട്ടു. യുണൈറ്റ് യൂണിയനിലെ 97% പേരും കരാറിനെ എതിർത്ത് വോട്ട് ചെയ്തു. വേസ്റ്റ് റീസൈക്ലിംഗ് ആൻഡ് കളക്ഷൻ ഓഫീസർ തസ്തികകൾ നീക്കം ചെയ്യാനുള്ള തീരുമാനത്തിനെതിരെയാണ് സമരം തുടങ്ങിയത്. 170 തൊഴിലാളികൾക്ക് പ്രതിവർഷം 8,000 പൗണ്ട് വരെ നഷ്ടമാകും. ചിലർക്ക് ഭാവിയിലെ ശമ്പള വർധനവ് നഷ്ടമായേക്കാമെന്നും യൂണിയൻ വ്യക്തമാക്കുന്നു. മോശം കൗൺസിൽ തീരുമാനങ്ങളുടെ വില തൊഴിലാളികൾ വഹിക്കേണ്ട എന്ന് യുണൈറ്റ് പറഞ്ഞു. പണിമുടക്ക് തുടരുമെന്നും യൂണിയൻ വ്യക്തമാക്കി. മാലിന്യത്തിന്റെ 2/3 ഭാഗം നീക്കം ചെയ്തതായും ശേഷിക്കുന്നവ ഉടനെ മാറ്റുമെന്നും ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നർ വ്യക്തമാക്കി. മലിനീകരണ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. UK-യും ഫ്രാൻസും ചേർന്ന് ചെറുബോട്ടുകൾ തടയാൻ പദ്ധതി. ബ്രിട്ടൻ അനധികൃതമായി ചെറുബോട്ടുകളിലൂടെ ചാനൽ കടന്നെത്തുന്ന കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതി സംബന്ധിച്ച് ഫ്രാൻസുമായി ചർച്ചകൾ നടക്കുന്നുവെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. നിയമപരമായി UK-യിൽ താമസിക്കുന്ന ഫ്രഞ്ച് പൗരന്മാരുടെ കുടുംബത്തെ കൊണ്ടുവരാനുള്ള നിയമ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുമെന്നും UK സമ്മതിച്ചു. ചെറുബോട്ടുകളിൽ ഫ്രാൻസിൽ നിന്നും ഇംഗ്ലീഷ് ചാനൽ കടക്കുന്നവരെ തിരിച്ചു സ്വീകരിക്കുന്നതിനുള്ള പ്രതിഫലമായാണ് UK ഇത് നൽകുന്നത്. 1-for-1 അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷണാത്മക പദ്ധതിയായിരിക്കും ഇതെന്ന് ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ബോട്ടുകളിൽ UK-യിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരെ തടയുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മുൻ കൺസർവേറ്റീവ് സർക്കാർ റുവാണ്ട നയത്തെ റദ്ദാക്കിയതിലൂടെ അനധികൃത കുടിയേറ്റങ്ങൾക്കുള്ള തടസ്സം നീങ്ങിയെന്നും അവർ ആരോപിച്ചു. UN അംഗരാജ്യങ്ങളുമായി ഭാവിയിൽ കുടിയേറ്റ തിരിച്ചയക്കൽ കരാർ സാധ്യതയെക്കുറിച്ചും ചർച്ചകൾ നടന്നുവരുന്നതായി BBC റിപ്പോർട്ട് പറയുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.